ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെഷീനാണ്. നമ്മുടെ വോൾട്ടേജ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഈവൻ KSEB പവർ സ്റ്റേഷനകത്ത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ചാർജറിനകത്ത് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്യൂട്ട്സിനകത്ത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രിക്കകത്ത് ഏറ്റവും കൂടുതൽ ഫങ്ഷൻസ് നടക്കുന്ന ഒരു എലമെൻ്റാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് റൈസ് ചെയ്യുക അല്ലെങ്കിൽ ലോവർ ചെയ്യുക എന്നുള്ളതാണ്. നോർമലി ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രധാനമായും 2 വൈൻഡിങ്ങുകൾ ഉണ്ടായിരിക്കും. ഒന്ന് പ്രൈമറി വൈൻഡിങ്ങും മറ്റൊന്ന് സെക്കൻഡറി വൈൻഡിങ്ങും. ഈ വൈൻഡിങ് ഒരു കോമൺ ആയിട്ടുള്ള ലാമിനേറ്റഡ് കോറിൻ്റെ മുകളിലായിരിക്കും വൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ലാമിനേറ്റഡ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ഷീറ്റ്സുകളായിരിക്കും. ആ ഷീറ്റ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു തിക്ക് പാർട്ടാണ് ലാമിനേറ്റഡ് കോർ എന്ന് പറയുന്നത്. നോർമലി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി ബേസ്ഡാണ് ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഒരു AC സപ്ലൈയിലേക്ക് കൊടുക്കുന്ന സമയത്ത് സപ്ലൈയുമായി വരുന്ന ഭാഗത്തെ നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്നും ലോഡുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്നുമാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സപ്ലൈയുമായി വരുന്ന ഈ ഭാഗത്തെ നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്നും സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ലോഡ് എവിടേക്കാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അവിടെ വരുന്ന വൈൻഡിങ്ങിന് നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്നും പറയും. ദെൻ ഇതിനകത്ത് കൂടെ ഒരു പ്രൈമറി വൈൻഡിങ്ങിനകത്ത് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ആ ഒരു EMF നേരെ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് നമ്മൾ നേരെ ലോഡിലേക്ക് എടുക്കുകയുമാണ് ചെയ്യുന്നത്. നോർമലി സെക്കൻഡറിക്കകത്തുണ്ടാവുന്ന വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ അത്തരം ട്രാൻസ്ഫോമേഴ്സിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയും. സിമിലർലി സെക്കൻഡറി വൈൻഡിങ്ങിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറിയേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം ട്രാൻസ്ഫോമേഴ്സിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സപ്ലൈ വോൾട്ടേജ് എത്രത്തോളം ഉണ്ട് എന്നത് നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രൈമറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, സെക്കൻഡറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അത് തമ്മിലുള്ള കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് അത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. നോക്കാം എങ്ങനെയാണ് നമ്പർ ഓഫ് ടേൺസിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളത്. സോ അത് നമുക്ക് ജസ്റ്റ് EMF ഇക്വേഷൻ, ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ നോക്കാം. ഇഫ് N1 ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി വൈൻഡിങ്, N2 ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്, Φm is the maximum flux in the core and F is the frequency of AC input. So the EMF E1 equal to 4.44 Fn1. Similarly, N2 number of turns on the secondary, E2 equal to 4.44 Fn2. സോ EMF എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ആയിരിക്കും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആയിരിക്കും F. അതാണ് പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എത്ര ഔട്ട്പുട്ട് നമുക്ക് കിട്ടി, എത്ര ഇൻപുട്ട് നമ്മൾ അതിനകത്തേക്ക് കൊടുത്തു, അതാണ് E2/E1 വിച്ച് ഈസ് ഈക്വൽ ടു N2/N1. കാരണം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, E2/E1 എടുത്തു കഴിഞ്ഞാൽ 4.4ഉം 4.4ഉം ക്യാൻസലായി, ഫ്രീക്വൻസി F സെയിം ആണ്, Fഉം ക്യാൻസലായി പോവും, ബാക്കി ഉണ്ടായിരിക്കുക N2/N1. സോ voltage transformation ratio K equal to E2/E1 or N2/N1. If N2 is greater than N1, number of turns, സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനേക്കാൾ കൂടുതലാണെങ്കിൽ ട്രാൻസ്ഫോമർ റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 1. അത്തരം ട്രാൻസ്ഫോമേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതായത് സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നു. ഇഫ് N2 ഈക്വൽ ടു N1 or K ഈക്വൽ ടു 1, then the transformer is called ഈക്വൽ റേഷ്യോ ട്രാൻസ്ഫോമർ. എത്ര ഇൻപുട്ട് കൊടുക്കുന്നോ അത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു. സോ അതിന് നമ്മൾ
ഈക്വൽ റേഷ്യോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ജനറലായിട്ട് ഉപയോഗിക്കേണ്ട കേസ് വരുന്നില്ല. പിന്നെ നമുക്ക് വരുന്നതാണ് ഇഫ് N2 ലെസ് ദാൻ N1 or K ലെസ് ദാൻ 1 then the transformer is called step down transformer. അതായത് വൈൻഡിങ്ങിൻ്റെ കേസിനകത്ത് സെക്കൻഡറി വൈൻഡിങ്ങിനകത്ത് ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി വൈൻഡിങ്ങിലുള്ള നമ്പർ ഓഫ് ടേൺസിനേക്കാൾ കുറവാണെങ്കിൽ അത്തരം ട്രാൻസ്ഫോമേഴ്സിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ്, എന്താണ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ കറണ്ട് റേഷ്യോ. ഒരു ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാവുന്ന കറണ്ട് റേഷ്യോ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വോൾട്ട് ആംപ്സ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി വോൾട്ട് ആംപ്സ് ആയിരിക്കും. അതായത് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു ലോസും ഇല്ല, എന്താണോ കൊടുക്കുന്നത് അത് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഉണ്ടായിരിക്കും. സോ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2/I1. നമുക്ക് നോർമലി രണ്ട് ഈക്വൽ ആവുന്ന കേസിനകത്ത് V1 I1 ഈക്വൽ ടു V2 I2. സോ കറണ്ട് റേഷ്യോ I2/I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു V1/V2. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ക്ലാസിഫിക്കേഷൻ ട്രാൻസ്ഫോമറിനെ നമ്മൾ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, എവിടെയാണ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇൻഡോർ ട്രാൻസ്ഫോമർ, ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ. ബേസ്ഡ് ഓൺ റേറ്റിംഗ്, അതിൻ്റെ പെർഫോമൻസ് റേറ്റിങ്ങിനെ ബേസ് ചെയ്ത് ലോ റേറ്റഡ് ട്രാൻസ്ഫോമർ, മീഡിയം റേറ്റഡ് ട്രാൻസ്ഫോമർ, ഹൈ റേറ്റഡ് ട്രാൻസ്ഫോമർ. ദെൻ ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസിയെ ബേസ് ചെയ്ത് ലോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ്, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ്. ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ, എപ്പോഴും പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. സോ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് ട്രാൻസ്ഫോമറിനെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും പറയാറുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ഫങ്ഷനെ ബേസ് ചെയ്ത് പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഇതാണ് പ്രധാനമായും ട്രാൻസ്ഫോമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും. ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണാറുള്ള ട്രാൻസ്ഫോമർ. അതിനകത്തൊരു പ്രൈമറി വൈൻഡിങ് ഉണ്ടായിരിക്കും, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിനകത്തുള്ള ഒരു ലാമിനേറ്റഡ് കോറുണ്ട്. ഓക്കെ, അതിന് യോക്ക് എന്നും പറയാം. അതിനകത്ത് ഒരു സൈഡിൽ നമ്മൾ പ്രൈമറി വൈൻഡിങ് കൊടുത്തിരിക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ അതിൽ അതർ സൈഡിൽ നമ്മൾ ഒരു സെക്കൻഡറി വൈൻഡിങ്ങും കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നവർ, അതായത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ലിമ്പുകൾ, ഒരു ലിമ്പിൽ പ്രൈമറി വൈൻഡിങ്ങും മറ്റേ ലിമ്പിൽ സെക്കൻഡറി വൈൻഡിങ്ങുമാണ് ഉള്ളതെങ്കിൽ അത്തരം ട്രാൻസ്ഫോമേഴ്സിനെയാണ് നമ്മൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കാം ഒരു കോമൺ ലിമ്പിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പ്രൈമറി വൈൻഡിങ്ങും അവിടെ P&S എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും പ്ലേസ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റർ ലിമ്പിൻ്റെ മുകളിലാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതാണ് ഒരു കോർ ടൈപ്പും ഷെൽ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമറാണ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേരി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സിനകത്ത് ഒരു സിംഗിൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോമൺ വൈൻഡിങ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതായത് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ഒരു കോമൺ വൈൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ വൈൻഡിങ് A to B എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ വൈൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ദെൻ ഇതിലേക്ക് ലോഡിൽ നിന്നും ഒരു കണക്ഷനാണ് വരുന്നത്. അപ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സ്കെമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിനകത്ത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് A to B എന്ന് പറയുന്നതാണ്. ഇവിടെ ഇതിനകത്ത് A to B എന്ന് പറയുന്ന പോർഷൻ, A മുതൽ B വരെ വരുന്ന പോർഷനാണ് ഇതിൻ്റെ പ്രൈമറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ആ ലോഡ് എടുക്കുന്നത് എന്തിന് അക്രോസ് ആയിട്ടാണ്, ബിക്കും സിക്കും അക്രോസ് ആയിട്ടാണ് ലോഡ് നമ്മൾ എടുക്കുന്നത്. സോ B to C വരെയുള്ള വൈൻഡിങ് ആണ് അതിൻ്റെ സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. കാരണം നമുക്കറിയാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വൈൻഡിങ്സ് ഉപയോഗിക്കണം, അത്രയും നമ്പർ ഓഫ് കോയിൽസ് നമ്മൾ എക്സസ് ആയിട്ട് ഉപയോഗിക്കണം. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കോർ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡിങ്ങിൻ്റെ കൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ മോഡേൺ മെഷീനറീസിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇവിടെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഒരു കോമൺ വൈൻഡിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഓവർ ടു വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഹൈ എഫിഷ്യൻസി ആൻഡ് സ്മോൾ സൈസ്. കാരണം നമുക്ക് സെപ്പറേറ്റ് വൈൻഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിംഗിൾ വൈൻഡിങ് തന്നെയാണ് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നെറ്റ് സേവിങ് ഓഫ് കോപ്പർ ആസ് ദർ ഈസ് നോ സെപ്പറേറ്റ് വൈൻഡിങ്. ഉണ്ടോ, സെപ്പറേറ്റ് വൈൻഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കവിടെ കോപ്പർ സേവ് ചെയ്യാൻ പറ്റും. ദെൻ റെഗുലേഷൻ ഈസ് സുപ്പീരിയർ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ആസ് കമ്പയർഡ് ടു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ ഹാവ് ലോ കോസ്റ്റ് വളരെ കുറവാണ്. ദെൻ എവിടെയൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്? നമുക്ക് സ്മോൾ ബൂസ്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കേബിൾസിനകത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഇൻഡക്ഷൻ മോട്ടോഴ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എ സി ഫോർണേഴ്സിനകത്ത് നമ്മൾ കൺവെൻഷണൽ വോൾട്ടേജ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സിംഗിൾ 3 ഫേസ് ലോക്കോമോട്ടീവ്സിനകത്ത് കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും ഓട്ടോ ട്രാൻസ്ഫോമേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമറും പവർ ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ലാബിനകത്തൊക്കെ നമ്മൾ വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അതും നോർമലി ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്ഫോമർ തമ്മിൽ എന്താണ് വ്യത്യാസം? നോർമലി നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് നടത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. കാരണം അവിടെ നമുക്ക് എന്ത് ചെയ്യണം, വോൾട്ടേജ് കുറച്ച് കറണ്ട് കൂട്ടുകയാണ് വേണ്ടത്. സോ വെൽഡിംഗ് പർപ്പസ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് അപ്ലിക്കേഷനകത്താണ് പവർ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഔട്ട്പുട്ട് കറണ്ട് ഈസ് ഹൈ. കണ്ടോ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനകത്ത് ഔട്ട്പുട്ട് കറണ്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് മെറ്റൽസിനെ മെൽറ്റ് ചെയ്ത് അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്ത് ഔട്ട്പുട്ട് കറണ്ട് ലോ ആണ്. ആൻഡ് ആൾസോ in welding transformer its output voltage is very low, but in the case of power transformer its output voltage is high. വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ള വെൽഡിംഗ് പർപ്പസിന് മാത്രമാണ്. പവർ ട്രാൻസ്ഫോമർ നമ്മൾ പവർ ട്രാൻസ്മിഷൻ അപ്ലിക്കേഷൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്കിൽ നമുക്കൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.